സാംസ് 136, സങ്കീർത്തനം 136. 136 സങ്കീർത്തനം ദൈവത്തിന് നന്ദി പറയുന്ന ഒരു സങ്കീർത്തനമാണ്. നന്ദി പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്തോത്രത്തിലോട്ട് കയറുന്നത്. അപ്പം ദൈവം ഇതുവരെ ചെയ്ത നന്മകൾക്ക് വേണ്ടി നന്ദി പറയുന്ന ഒരു ദിവസമാണ്. കഴിഞ്ഞ ദിവസം ദൈവം നമ്മളോട് പറഞ്ഞത്, ഞാൻ നിൻ്റെ സന്തതിയെ വടക്ക് നിന്ന് കൊണ്ടുവരും, കിഴക്ക് നിന്ന് കൊണ്ടുവരും, വടക്കിനോട് തടുത്ത് വെക്കൽ, തെക്കിനോടെ കൊണ്ടുവരിക എന്ന് കൽപ്പിച്ച് കൊണ്ടുവരുന്നു. അപ്പം ഓർഡർ പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രധാന ദൂതൻ്റെ ജോലി അത് തിരിച്ച് നമ്മുടെ ആ ഓർഡർ പാസ്സാക്കുന്നത് എക്സിക്യൂട്ട് ചെയ്യുക. അത് എക്സിക്യൂട്ട് ചെയ്ത്, അതായത് നമുക്കത് കിട്ടുക എന്നുള്ളത്, അത് ചെയ്തെടുത്ത് കഴിയുമ്പം പിന്നെ നമ്മൾ ദൈവത്തിനെ അങ്ങ് നന്ദി പറയണം. ആദ്യത്തെ സ്റ്റേജ് നന്ദിയാണ്. അത് കഴിഞ്ഞിട്ടാണ് സ്തുതിപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ലാസറസിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറസ് മരിച്ചു കഴിഞ്ഞിട്ട് 4-ാം ദിവസം വന്നിട്ട് യേശു ക്രിസ്തു ലാസറസിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. കല്ലുരുട്ടി മാറ്റി ഉയർത്തെഴുന്നേൽപ്പിച്ച് കഴിഞ്ഞപ്പം പിന്നെ നമ്മൾ കാണുന്നത് പെസഹായ്ക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിട്ട് യേശു ക്രിസ്തു ലാസറസിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്നതായിട്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ വെച്ച് മഗ്ദലക്കാരത്തി മറിയ, ലാസറസിൻ്റെ സിസ്റ്ററാണ്, എന്നിട്ട് സ്വച്ഛജടാമാംസി 300 റിയാൽസിന് വാങ്ങിക്കാവുന്ന, അതായത് ഷെക്കലിന് വാങ്ങിക്കാവുന്നതായിട്ടുള്ള വിലപിടിപ്പുള്ള സ്വച്ഛജടാമാംസി എന്ന് പറയുന്ന പെർഫ്യൂം കൊണ്ട് കർത്താവിന് ആ കുപ്പി പൊട്ടിച്ചിട്ട് ക്രിസ്തുവിൻ്റെ കാലയിൽ ഒഴിക്കുന്നു. അപ്പം ചുറ്റുപാടുള്ളവരത് എന്തിനായി പാഴ്ചെലവെന്നാണ് ചോദിക്കുന്നത്. വിറ്റ് പാവങ്ങൾക്കൊക്കെ യേശു പറഞ്ഞില്ല, അവളെ അനുവദിക്കുക, കാരണം ഇതെൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പം കർത്താവിനോട് നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളത് കാണുന്നത്. അത് നമ്മളെന്നും അതുപോലെ നന്ദിയുള്ളവരാകാൻ ചോദിച്ച് വാങ്ങിക്കണം. ഈ നന്ദി ഉണ്ടാകുന്ന ഒരു സ്വഭാവം മനുഷ്യനില്ല. നന്മ ആർക്കെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടോ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ, അവരെല്ലാം കുറച്ച് കഴിയുമ്പോൾ നമുക്കെതിരായിട്ട് നിൽക്കും. നമ്മൾ ഓരോന്ന് ചെയ്ത് കഴിയുമ്പോൾ അവരതിന് നമ്മളെ നമ്മൾ ആ ടൈമിൽ നന്മ ചെയ്ത് നമ്മളങ്ങ് മാറിപ്പോയി. പക്ഷേ പിന്നെ നമ്മളോടെന്തോ വാശി പോലെയാണ്. കാരണം എന്താ? ആത്മീക സ്പിരിറ്റിൽ വ്യത്യാസം വരും. അതുകൊണ്ട് നന്മ ചെയ്യുന്നവർ തന്നെയാണ്, നന്മ ലഭിക്കുന്നവർ നമുക്കെതിരായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് നന്ദി പറയാതിരിക്കും. നമ്മുടെ ജോലി ദൈവത്തിന് നന്ദി പറയുന്നവരാണ്. ആ ഒരു ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്യണം. ക്യാരക്ടർ അത് കോൺഷ്യസ് ആയിട്ട്, എനിക്ക് ദൈവമേ നിനക്ക് നന്ദി പറയുന്ന ഒരു ഹൃദയം തരണം, അല്ലെങ്കിൽ വരത്തില്ല. അതിരാവിലെ എഴുന്നേൽക്കുമ്പം നന്ദിയുള്ള ഹൃദയം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. കിടക്കുന്നതിന് മുൻപ് നേരം വെളുക്കുമ്പോൾ നന്ദിയോടെ എഴുന്നേൽക്കാനുള്ള അങ്ങനെ ഒരു സങ്കീർത്തനമുണ്ട്. കർത്താവേ, ഞാൻ എഴുന്നേൽക്കുമ്പോൾ നിൻ്റെ മുഖപ്രസാദം കണ്ടെഴുന്നേൽക്കാനുള്ള, ഇതൊക്കെ നമ്മൾ എപ്പോഴും പണ്ട് പറയാമായിരുന്നു, ഇപ്പം പറയാറില്ല. അതുകൊണ്ടായിരിക്കണം ഇപ്പം ദൈവം പറയുന്നത്, നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ മഹത്വത്തിൽ എഴുന്നേൽക്കാനുള്ള കൃപ ചോദിക്കണം. സങ്കീർത്തനം 17-16 വാക്യം, ഞാനോ നീതിയിൽ നിൻ്റെ മുഖം കാണും, ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും. എത്ര പേർക്ക് അങ്ങനെ പറയാൻ സാധിക്കും? ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും. പല ഭാരങ്ങളുണ്ടെങ്കിൽ, കടബാധ്യതകളെ, പ്രശ്നങ്ങളെ, രോഗമേ, മരണത്തോട് മല്യപ്പെടുത്തുന്നത്, വഴിതെറ്റി നടക്കുന്നത്, ഇതൊക്കെ അങ്ങോട്ട് ഓർക്കുമ്പോഴത്തേക്ക് നമ്മുടെ തല മുഴുവനും ചിന്തകൾ. അതുകൊണ്ട് അധികം വിചാരിച്ചിട്ട് ചിന്തിക്കേണ്ട, ഒന്നിനെക്കുറിച്ചും അധികം ചിന്തിക്കരുത്, ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടരുത്. സകലതും എൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ ദൈവം പറയുന്നുണ്ട്. 138 ആ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വായിക്കാം. ദൈവം നമ്മുടെ തലമുറകളെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്, വാഗ്ദത്തം അയച്ചിരിക്കുകയാണ്. നമ്മൾ അപ്പച്ചൻ കൊണ്ടുവന്ന് അപ്പച്ചൻ പഠിപ്പിച്ചോളും, പിന്നെ നമ്മുടെ ജോലിയല്ല, അപ്പച്ചനെ അത് ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുക. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. പാട്ട് പാടുന്ന പോലെയാണ് സങ്കീർത്തനം വായിക്കുന്നത്. എങ്കിൽ ഇവിടെ 136 26 വാക്യങ്ങളുണ്ട്. അതിൽ 2-3 ഇപ്പോൾ എടുക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതിന്. ഈ 26 വാക്യങ്ങളിലും ദൈവം നമ്മൾ പറയുന്ന അവൻ്റെ ദയ എന്നേക്കുമുള്ളത്.
അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഇതൊന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല. 26 പ്രാവശ്യവും ഈ 136 ആകെ 26 വാക്യങ്ങളേ ഉള്ളൂ. ഈ 126 26 പ്രാവശ്യവും അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. കാരണം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുക, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുക, അവൻ്റെ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പല പ്രാവശ്യം പറയുമ്പോൾ ഇട്ട വിത്ത് താഴോട്ട് അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ ചെന്നിട്ട് വലിയ വൃക്ഷം കിളുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിന് നന്ദിയുള്ളൊരു ഹൃദയം ഉണ്ടാക്കണം. അവൻ നല്ലവനല്ലോ. ആർക്കാണ് 1, 2, 3 വായിക്കുന്നത് അങ്ങനെയാണ്. എന്താണ് പറയുന്നത്? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നു, പേര് പറഞ്ഞ് ദൈവത്തെ വെളിപ്പെടുത്തുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവം യഹോവ എന്നുള്ള പേര് അബ്രഹാമിന് മനസ്സിലാക്കിച്ചു കൊടുത്തിരുന്നില്ല. എന്നാൽ അബ്രഹാമിന് മനസ്സിലാക്കാത്തത് മോശയുടെ കാലത്ത് ദൈവം തമ്പുരാൻ വന്നിട്ട് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നുണ്ട്. മോശയോട് പറയുന്നത്, ഞാൻ ആരേ എന്ന് നിനക്ക് മനസ്സിലാക്കിക്കാനായിട്ട് പുറപ്പാടിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 3 തൊട്ട് 7 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. നമ്മൾ ഈ യഹോവ എന്നുള്ള പേരൊക്കെ നമുക്ക് ദൈവം, നമ്മൾ യഹോവ യഹോവ എന്നൊക്കെ പഴയ നിയമകാലത്ത് യഹോവ എന്നുള്ള പേരൊന്നും ആരും പറയത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ദൈവത്തിൻ്റെ പേര് YHVH, യഹോവ, യഹ്വേ എന്നാണ് അവർ പറയുന്നത്. ദാറ്റ്സ് കോൾഡ് ദ സെൽഫ് എക്സിസ്റ്റിംഗ് വൺ, തന്നെ സൃഷ്ടിക്കപ്പെട്ട ഒരു ദൈവം. അത് നമുക്കതിൻ്റെ ആഴം അറിയത്തില്ല. മരിച്ചു കഴിയുമ്പോൾ മനസ്സിലാകുമായിരിക്കും. ഈ ഭൂമിയിൽ നമ്മുടെ ഈ ബുദ്ധിക്ക് മനസ്സിലാകാൻ പാടാം. പക്ഷെ ദൈവം മോശയോട് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെയാണ് പറയുന്നത്. പുറപ്പാട് 6-ാം അധ്യായത്തിന് 3 തൊട്ട്, ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷം. അതിന് മുമ്പിൽ വായിക്കും. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തെന്നാൽ, ഞാൻ യഹോവ ആകുന്നു. ഞാൻ ആരാണ്? ഞാൻ യഹോവയാകുന്നു. ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി. എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല. യഹോവ എന്നുള്ള പേര്, ദൈവത്തിൻ്റെ നാമം, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് ഉപരിയായിട്ട് ദൈവം ചെയ്തെടുക്കുന്നതാണ് 138 പറയുന്നത്. അപ്പം ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ട് എങ്കിൽ ആരാണ് പറഞ്ഞത്? യഹോവ. യഹോവ എന്നുള്ള പേര് ആർക്കാ മനസ്സിലാക്കിച്ചു കൊടുത്തത്? മോശയ്ക്ക് എപ്പോഴാണ് മനസ്സിലാക്കിച്ചു കൊടുത്തത്? വലിയൊരു കാര്യം, അതായത് ദൈവത്തിൻ്റെ ജനതയെ ലോകത്തിൻ്റെ ശക്തിയാകുന്ന ഫറോൻ, ഇന്നത്തെ അമേരിക്ക പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ രാജ്യം, അങ്ങനെ അവരുടെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ ജനതയെ പിടിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ തക്കവണ്ണം മോശ പറഞ്ഞു വിടും. നേരത്തെ ദൈവം പേര് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കിച്ചു തരാം, യഹോവ. യഹ്വേ എന്നുള്ള പേരാണ്. എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല. വന്നിട്ട് ദൈവം പറയുകയാണ്, അവർ പരദേശികളായി പാർത്ത കനാൻ ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോട് ഒരു നിയമം ചെയ്തിരിക്കുന്നു. എന്നിട്ട് ദൈവം പറയുകയാണ്, 4 കണ്ടീഷൻസ് അവിടെ ദൈവം, ഞാനിത് പെസഹായിക്ക് പറഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളതാണ്. ബട്ട് ഇറ്റ് ഈസ് ഐ നോ വി ഡോണ്ട് റിമെമ്പർ. പക്ഷെ വീണ്ടും പറയുകയാണ്, എന്തൊക്കെയാ ദൈവം ചെയ്യാൻ പോകുന്നത്? മിസ്രൈമർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ടു, എൻ്റെ നിയമം ഓർത്തിരിക്കുന്നു. 1, 4 കപ്പ് പെസഹായ്ക്ക് വെക്കുന്ന ഇത് തന്നെയാണ്. പുറപ്പാടിനകത്ത് 6-ാം അധ്യായത്തിലാണ് ഇത് പറയുന്നത്. കർത്താവ് ദൈവം തമ്പുരാൻ പറയുകയാണ്, ഞാൻ എൻ്റെ നിയമം ഓർത്തിരിക്കുന്നു. നമ്മൾ കർത്താവ് ചിലപ്പം പറയുന്നുണ്ടല്ലേ, എന്നെ ഓർപ്പിക്കുവിൻ. എന്തോർപ്പിക്കാനാണ്? അവൻ്റെ നിയമം ഓർപ്പിക്കാൻ. എന്താണ്? ശാശ്വതമായ നിയമങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ആ ദൈവം നമ്മുടെ മുമ്പിൽ ഈ വേദപുസ്തകം തന്നിരിക്കുന്ന അതിനാണ്. ഈ നിയമങ്ങൾക്ക് മാറ്റമോ കോട്ടമോ വരുത്തത്തില്ല. എനിക്കറിയാം, വക്കീലായത് നിയമം, ഞാൻ കോടതിയിൽ ചെന്നിട്ട് കേസ് ആർഗ്യൂ ചെയ്ത് വലിയ ഗമയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ അല്ലെങ്കിൽ കോൺട്രാക്ട് ലോ ഏതെങ്കിലും എടുത്ത് ഞാൻ ആർഗ്യൂ ചെയ്യുമ്പോൾ ഒരിക്കലും ഞാൻ കാണാതെ പറഞ്ഞത് കേട്ടിട്ടല്ല അവർ വിധി എഴുതുന്നത്. എവിടെയാണ് അത് എഴുതി വെച്ചിരിക്കുന്നത് ആ ബുക്ക് എൻ്റെ കൈ കൊണ്ട് തരാൻ ജഡ്ജ് പറയും. ബ്രിങ് മീ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബുക്ക്. ആ ബുക്ക് എടുത്ത് കൊടുക്കുമ്പം ഇതാണ്, ഇതിനകത്തുനിന്ന് വായിച്ച ഈ ആർട്ടിക്കിളാണ് എന്ന് പറഞ്ഞ് എഴുതുമ്പോഴേ അവർക്ക് വിധി എഴുതാനൊക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ അതുപോലെ തന്നിരിക്കുന്ന ഒരു ബുക്കാണ് ഈ വേദപുസ്തകം. ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രചോദനത്തിൽ എഴുതിയ ഈ ബുക്ക് നമുക്ക് തന്നിരിക്കുന്ന വചനം കൊണ്ട് തന്നെ വേണം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ, കടന്ന് ചെല്ലാൻ. ഈ നിബന്ധനകൾ മാറ്റിയേച്ച് കുറച്ച് ആവലാതി വേവലാതി അല്ലെങ്കിൽ കണ്ണുനീര് പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവം ഉത്തരം തന്നെന്ന് പറയുന്നെങ്കിൽ അത് സത്യം പറഞ്ഞാൽ പൊട്ടക്കണ്ണൻ മാവേലോട്ട് കല്ലെറിയും. ചിലത് കൊണ്ടുവന്നിരിക്കും, ചിലത് കൊണ്ടില്ലെന്നിരിക്കും. അങ്ങനെയല്ല, ബുദ്ധിയുള്ളവരായിട്ട് കൊണ്ടുവരാൻ ദൈവം തമ്പുരാൻ വചനം തന്നിരിക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ
നിയമം ഓർത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. മോശയോട് പറഞ്ഞു, മോശ ചുമ്മാ ഒന്നല്ല വിടുന്നത്, ആരെന്ന് പറഞ്ഞു വിടുത്താവുന്നു. ദൈവം ചുമ്മാ ഒരു കാര്യത്തിൽ നമ്മളെ വിടത്തില്ല. ഒന്ന്, ഞാൻ എൻ്റെ നിയമം ഓർത്തിരിക്കുന്നു. രണ്ട്, അതുകൊണ്ട് നീ മിസ്രയീം മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ യഹോവ ആകുന്നു, ഞാൻ നിന്നെ മിസ്രയീമയുടെ ഊഴിയ വേലിയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമത്വത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കും. യഹോവയായ ഞാൻ അവരെ അടിമത്വത്തിൽ, അതായത് ഇന്ന് വരെ അവരെ ഇട്ടുകൊണ്ട് ഊഴിയവേല ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഒരു റൈറ്റും ഒരവകാശവും ഇല്ല. എനിക്ക് വേണമെങ്കിൽ എനിക്ക് ജോലിയുണ്ട്, ഞാൻ ജോലി ചെയ്യിപ്പിക്കും, കഠിനമായിട്ട് ജോലി ചെയ്യിപ്പിക്കും, ഒരു ചെറിയ ശമ്പളമോ അല്ലെങ്കിൽ ഭക്ഷണമോ കൊടുത്തു വിടും, അതാണ് എൻ്റെ ഇഷ്ടം. അതിന് ആർക്കും ചോദിക്കാനൊക്കത്തില്ല. അതാണ് അടിമയുടെ ജോലി. അടിമയ്ക്ക് ഒരു അവകാശമില്ല. അങ്ങനെ ദൈവമക്കൾ നിൽക്കുന്നിടത്തുനിന്ന് ഞാൻ അവരെ വിട്ടുവയ്ക്കുമെന്ന് രണ്ടാമത് പറയുന്നത്. ഇത് ഞാൻ 4 പ്രാവശ്യം ദൈവം പറയുന്നത്. 3, നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. ശത്രുവിനെ ശിക്ഷിച്ച് തന്നെ എൻ്റെ കൈ നീട്ടിക്കൊണ്ട്, അതാണ് ഭുജം കാണിക്കാൻ പറയുന്നത്, എൻ്റെ ഭുജം നീട്ടിക്കൊണ്ട് ഞാൻ അവരെ വീണ്ടെടുക്കും, വിടുവിക്കും, വീണ്ടെടുക്കും. ആദ്യം പറഞ്ഞ് ഞാൻ എൻ്റെ നിയമം ഓർക്കും, രണ്ടാമത് പറഞ്ഞു ഞാൻ എൻ്റെ നിയമം ഞാൻ വിടുവിക്കും, മൂന്നാമത് പറഞ്ഞു ഞാൻ വീണ്ടെടുക്കും. 4ാമത്തെ കപ്പാണ് കർത്താവ് കുടിച്ചില്ല പെസഹായ്ക്ക്. ഇവിടാണ് ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. അതാണ് കർത്താവിൻ്റെ ബാങ്ക്വറ്റ് ഹാളിൽ ദൈവം തമ്പുരാൻ നമ്മളെ സ്വീകരിച്ച് സ്വർഗത്തിൽ ചെന്ന് ഒരു ശത്രുവില്ലാത്തടത്തെ ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മളെ പുനഃസ്ഥാപിച്ച് എന്നേക്കുമായിട്ട് ഉറപ്പിക്കുന്നതാണ്. അപ്പം യഹോവ എന്നുള്ള പേര് എപ്പോഴാണ് ദൈവം മനസ്സിലാക്കിച്ചു കൊടുത്തത്? വലിയതായ ഒരു പ്രവൃത്തി തൻ്റെ ജനതയെ രക്ഷിക്കാൻ വേണ്ടി മോശയെ പറഞ്ഞു വിടുമ്പം ഞാൻ ആരാണ് പറഞ്ഞു വിടുന്നതെന്ന് അത് തന്നെയാണ് നമുക്കും ആവശ്യം. ആരാണ്? ആ യഹോവയെക്കുറിച്ചാണ് 136 പറയുന്നത്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. അപ്പം ഈ മോശയും തൻ്റെ ജനതയും മോശയെ കൊണ്ട് തൻ്റെ ജനതയെ രക്ഷിച്ചു കൊണ്ടുവന്ന ആ ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. യഹോവ 136 ചൊല്ലുമ്പോൾ അങ്ങനെയാണ് തുടങ്ങുന്നത്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും. ശരിയല്ലേ? മിസ്രയീമിൻ്റെ കടിഞ്ഞൂണുകളെല്ലാം കൊന്നിട്ട് തൻ്റെ ജനതയെ രക്തം കൊണ്ട് വിമോചിതരാക്കി, അല്ലെങ്കിൽ കുഞ്ഞാടിൻ്റെ രക്തം കട്ടിലപ്പടിനും ഉമ്മരപ്പടിയിലും വെച്ച് തേച്ച് കഴിഞ്ഞാൽ ആ രക്തം പുരട്ടിയതിനാൽ ആ ഭവനത്തിലുള്ള ആരെയും തൊടാതെ അവരെ രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവന്ന ദൈവത്തിൻ്റെ പേര് യഹോവ എന്നതാണ്. യഹോവ എന്നേക്ക് സ്തോത്രം. രണ്ടാമത്, ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുള്ളത്. കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നാക്കുള്ളത്. ദൈവം സർവശക്തനായ ദൈവമാണ്. നമ്മൾ സങ്കീർത്തനം 91 പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. 91 എഴുതുന്നത്, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുക. അത്യുന്നതനായ ദൈവം, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുക. അപ്പം ദൈവത്തിൻ്റെ പേര് അത്യുന്നതൻ. സർവശക്തനായ ദൈവത്തിൻ്റെ, അവൻ്റെ പേര് സർവശക്തൻ. പിന്നെ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതം. 3 പേര് അവിടെയും വരുന്നുണ്ട്. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നത്. അപ്പം 3 പേര് അവിടെ വരുന്നത്. നമ്മൾ 3 പേരെ ഓർപ്പിക്കും. 3 പേരും ഒരാൾ തന്നെയാണ് ദൈവം. ഇത് പിതാപുത്ര പരിശുദ്ധാത്മാവിനെ സെപ്പറേറ്റ് ചെയ്തല്ല, ഒന്നിച്ച് കാണണം. അപ്പം ഇത് തുടക്കത്തിൽ 136 എഴുതിയിരിക്കുന്നത് യഹോവ എന്നുള്ള പേരാണ്. അവൻ അത്യുന്നതനാണ്, അവൻ സർവശക്തനാണ്, അവൻ ദേവാദിദേവനാണ്, രാജാതി രാജാവാണ്. ഈ ദൈവത്തിൻ്റെ പേരുകൾ പറയുമ്പോൾ നമ്മൾ പറയുമല്ലോ, ഹീസ് ആൽഫ ആൻഡ് ഒമേഗ, ഹീസ് ദി ഓൾമൈറ്റി ഗോഡ്, ഹീസ് ദി എൽ ഷഡായ്, ഹീസ് എൽ അഡോണായ്. ഇതെല്ലാം പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാ? ദൈവത്തിൻ്റെ പേരുകളാണ്. അവൻ്റെ പേരുകൾ, അവൻ്റെ വാഗ്ദത്തങ്ങൾ അവൻ്റെ പേരുകൾക്ക് ഉപരിയായിട്ട് ചെയ്യുമെങ്കിൽ ഈ വാഗ്ദത്തങ്ങൾ ചെയ്ത് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. 136 മുഴുവനും ശത്രുവിനെ തോൽപ്പിച്ച് ദൈവം ജയമെടുത്ത് എൻ്റെ മക്കളെ പരിപാലിക്കുന്ന അധ്യായമായിട്ടാണ് നമ്മൾ, സങ്കീർത്തനമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ആ അടിസ്ഥാനത്തിൽ നമുക്ക് ബാക്കി ഭാഗം നാളെ വായിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നേല. നാഥ, ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ 136 സങ്കീർത്തനം, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. യഹോവ എന്നുള്ള പേര് മോശയ്ക്ക് മനസ്സിലാക്കി കൊടുത്തതുപോലെ ഞങ്ങൾക്കും എന്തോ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം
യഹോവ എന്നുള്ള പേര് മനസ്സിലാക്കിച്ചു തരുന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആരാണ് ഈ യഹോവ എന്നുള്ളത് എത്രയോ കാര്യങ്ങളിൽ കൂടെ നീ ഞങ്ങളെ മനസ്സിലാക്കിച്ചു തരുന്നു കർത്താവേ. അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുക്കാതിരിക്കുന്ന സത്യം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തിയ നാൾ തൊട്ട് മഹാശക്തിയോട് നീട്ടിയ ഭുജം കൊണ്ടും തൻ്റെ ജനതയെ രക്ഷിച്ചു കൊണ്ടുവന്ന ദൈവം ഞങ്ങളുടെ തലമുറകളെയും ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും രക്ഷിക്കാൻ നീ വിശ്വസ്തൻ തന്നെ അപ്പച്ച. അതിനാൽ ഞങ്ങളുടെ തലമുറകളെ നിൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചിട്ട് ഇതാ നീ പിടിച്ചോ, അവരെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നീ അവരെ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ സ്നേഹത്തോടെ അപ്പച്ചൻ്റെ മഹിമ ആധിക്യത്തിനനുസരിച്ച് അപ്പച്ചൻ്റെ കഴിവിനനുസരിച്ച് അവരെ പുലർത്തിക്കൊണ്ടുവന്ന് നിനക്ക് യോഗ്യമുള്ള പാത്രങ്ങളാക്കി മാറ്റുന്നതിന് നന്ദിയോടെ സ്തോത്രം. ഇരുട്ടിനെ വെറുക്കുകയും വെളിച്ചത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന മക്കളാക്കി ഞങ്ങളെ മാറ്റണമെങ്കിൽ നിൻ്റെ പരിശുദ്ധാത്മ ഞങ്ങളിൽ വസിക്കണം കർത്താവ്. അതുകൊണ്ട് നിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന ഡിപ്പോസിറ്റ് കർത്താവെ അവനാണ് എൻ്റെ ഉപനിധി. അവനെ അന്ത്യത്തോളം അവനെന്നെ സൂക്ഷിക്കാൻ വിശ്വസ്തനെന്ന് വാക്യം വ്യക്തമായിട്ടും തിമോത്തിയിൽ പറയുന്നെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അപ്പച്ച. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ഞങ്ങൾക്ക് ഉപനിധിയായിട്ട് ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ആത്മാവിനെ ഡിപ്പോസിറ്റ് ചെയ്ത് കർത്താവെ ഉപനിധിയായിട്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലെ മക്കളിലെ മരുമക്കളിലെ ഭർത്താക്കന്മാരിലെ ഭാര്യമാരിലെ ഒക്കെ മാതാപിതാക്കളിലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാവരിലും ഈ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് അത് ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.